സ്പെയിനിലെ ക്ലാസിക് മന്ദിരങ്ങൾ നിറഞ്ഞ ബാഴ്സലോണ നഗരത്തിന്റെ മനോഹരമായ പസീജ് ദേ ഗ്രാസിയ എന്ന തെരുവിലൂടെ നടക്കുകയാണ് ഞാൻ. ഇവിടുത്തെ എല്ലാ തെരുവുകളും ഇങ്ങനെ സുന്ദരമാണ്. വശങ്ങളിൽ ക്ലാസിക് നിർമ്മിതികൾ. ഇവയിൽ പലതും അന്തോണിയോ ഗൗഡി എന്ന ആർക്കിടെക്റ്റിന്റെ സംഭാവനയാണ്. യൂറോപ്പിലെ മറ്റു നഗരങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്ന തരം കെട്ടിടങ്ങളല്ല ഇവിടെ കാണുന്നവയിൽ പലതും. അതിനൊരു പ്രത്യേക ശൈലിയാണ്. യൂറോപ്പിലെ മറ്റു നഗരങ്ങളിലെ കെട്ടിടങ്ങൾക്ക് ഏതാണ്ട് ഒരേ ശൈലിയാണെങ്കിൽ സ്പെയിനിൽ അങ്ങനെയല്ല. കലയിലെ പരീക്ഷണങ്ങളുടെ രംഗവേദിയാണ് ഈ തെരുവുകൾ ഓരോന്നും. പസീജ് ദേ ഗ്രാസിയ എന്ന തെരുവിലേക്ക് ഞാൻ വന്നതും ഇത്തരം കെട്ടിടങ്ങൾ കാണാനാണ്. ഇവിടുത്തെ പല കെട്ടിടങ്ങളുടെയും ആർക്കിടെക്ട് ഗൗഡിയാണ്. കാസ ബാറ്റ്ലോ എന്ന ഈ കെട്ടിടവും അദ്ദേഹം നിർമ്മിച്ചതു തന്നെ. ഗൗഡിയുടെ ആദ്യകാല നിർമ്മിതികളിൽ ഒന്ന്. സഗ്രാദ ഫമീലിയ പോലെ തന്നെ ഗൗഡിയുടെ തനതായ ശൈലി വിളിച്ചോതുന്ന കെട്ടിടം. 1877 നിർമ്മിച്ച ഒരു സാധാരണ കെട്ടിടമായിരുന്നു കാസ ബാറ്റ്ലോ. ജോസഫ് ബാറ്റ്ലോ എന്ന വ്യവസായി ഇത് വാങ്ങി പൊളിച്ചു പണിയാൻ ഗൗഡിയെ ഏൽപ്പിച്ചു. എന്നാൽ ഗൗഡി അത് പൊളിക്കുന്നതിനു പകരം ഈ വിധം രൂപമാറ്റം വരുത്തുകയായിരുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഒരു ഡിസൈൻ കെട്ടിടത്തിന് നൽകി. മരങ്ങളും മലകളുമൊക്കെ അതിൽ പ്രതിഫലിച്ചു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നാച്ചുറലാണിത്. ആ കെട്ടിടത്തിനകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുടെ ക്യൂ ആണിത്. മരിച്ച് 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അന്തോണിയോ ഗൗഡി ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവ്. അങ്ങനെ ഒരു ആർക്കിടെക്റ്റിനെ കുറിച്ച് നമ്മളിൽ പലരും കേട്ടിട്ടു പോലും ഉണ്ടാവില്ല. അതിനകത്ത് കയറാൻ കുറേ സമയം കാത്തു നിൽക്കേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അകത്ത് കയറേണ്ട പുറത്തെ കാഴ്ചകളൊക്കെ പകർത്തി നടക്കാമെന്ന് തീരുമാനിച്ചു. ബാഴ്സലോണ നഗരത്തെ ലോകത്തെ ഏറ്റവും മനോഹരമായ വാസ്തുവിദ്യകളുള്ള നഗരങ്ങളിലൊന്നാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ചയാളാണ് അന്തോണിയോ ഗൗഡി. ബാഴ്സലോണയിൽ ഒരു ചെമ്പുപണിക്കാരന്റെ മകനായി ജനിച്ച അദ്ദേഹം ചെറുപ്പം മുതലേ പ്രകൃതിയെ നിരീക്ഷിക്കുന്നതിനായി ധാരാളം സമയം ചെലവഴിക്കുന്നയാളായിരുന്നു. ഇതേ നഗരത്തിലെ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ പഠിച്ച ഗൗഡി പിന്നീട് നഗരത്തിന്റെ വാസ്തുവിദ്യാ ശൈലി തന്നെ മാറ്റിമറിച്ചു. അവിവാഹിതനായി ഒരു സന്യാസിയെപ്പോലെ ജീവിതം പൂർണ്ണമായും വാസ്തുകലയ്ക്കായി സമർപ്പിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. നല്ല വസ്ത്രങ്ങളോ നല്ല ആഹാരമോ ഗൗഡിക്ക് ആവശ്യമില്ലായിരുന്നു. തന്റെ വരുമാനമെല്ലാം സഗ്രാദ ഫമീലിയ പള്ളിയുടെ നിർമ്മാണത്തിനായി നൽകി. 1926 ജൂൺ 3 സഗ്രാദ ഫമീലിയയിൽ നിന്നും പ്രാർത്ഥനയ്ക്കായി സമീപത്തെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു ട്രാം ഇടിച്ചാണ് മഹാനായ ആ കലാകാരൻ മരിച്ചത്. തിരികെ നടന്ന് മെട്രോ സ്റ്റേഷനിലേക്കെത്തി. പസീജ് ദേ ഗ്രാസിയ എന്ന മെട്രോ സ്റ്റേഷൻ. ഈ നഗരത്തിൽ കാണുന്ന ക്ലാസിക് മന്ദിരങ്ങളുടെ എല്ലാം അടിയിൽ കൂടി വലിയൊരു മെട്രോ നെറ്റ്വർക്കുണ്ട്. അഡ്വക്കേറ്റ് ജീനാണ് എന്നെ ഈ കാഴ്ചകളിലേക്കെല്ലാം നയിക്കുന്നത്. ഒരു ചെറിയ ബാഗും പുറത്തു തൂക്കി നഗരത്തിലൂടെയെല്ലാം എൻ്റെ കൂടെ നടക്കുകയാണ് ജീൻ. മിനിഞ്ഞാന്നും ഇന്നലെയും ജീനിന്റെ ഭർത്താവായിരുന്നു എന്നെ കാഴ്ചകളിലേക്ക് നയിച്ചതെങ്കിൽ ഇന്ന് ജീൻ ആ ജോലി ഏറ്റെടുത്തിരിക്കുകയാണ്. സ്റ്റേഷന്റെ 3 നില താഴെ ഇറങ്ങിച്ചെല്ലുമ്പോഴേക്കും ഞങ്ങൾക്കുള്ള ട്രെയിൻ വരുന്നുണ്ട്. ഇവിടെ നിന്ന് പ്ലാസ റിയൽ എന്ന ഒരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. പ്ലാസ റിയലിലേക്ക് പോകണമെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള ഒരു സ്റ്റേഷനിലിറങ്ങി സോർത്തിഡ ലാ റാംബ്ല എന്ന സ്ഥലത്തെത്തണം. ഉച്ചനേരമാണിത്. ഈ നേരത്തും ട്രെയിനിന്റെ അകത്ത് നിറയെ ആളുകളുണ്ട്. സ്റ്റേഷൻ പിന്നിട്ടു. ഇനിയും 2-3 സ്റ്റേഷൻ കടക്കണം ഞങ്ങൾക്ക് ഇറങ്ങേണ്ടിടത്തെത്താൻ. അകത്തെല്ലാം സീറ്റുകൾ കവിഞ്ഞതിനാൽ നിൽക്കാൻ മാത്രം ആളുണ്ട്. 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മെട്രോയാണ് ഇതെങ്കിലും എല്ലാം ഫ്രഷാണ്. നല്ല പുതുമയോടെ നിലനിൽക്കുന്നു. നമ്മൾ കരുതും ദുബായ് പോലുള്ള നഗരങ്ങൾ മാത്രമേ ആധുനികമായി നിലനിൽക്കുന്നുള്ളൂ എന്ന്. അത് ശരിയല്ല. യൂറോപ്പിലെ നഗരങ്ങളെല്ലാം ഇവർ കാലാനുസൃതമായി ആധുനീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്പെയിനിലെ എല്ലാ നഗരത്തിലും ഫെസിലിറ്റികളെല്ലാം വൃത്തിയോടെയും ഭംഗിയോടെയും ഏറ്റവും പുതിയതെന്ന പോലെ തിളങ്ങി നിൽക്കുകയാണ്. യൂറോപ്പിലെ മറ്റു പല രാജ്യങ്ങളിലെയും തിളക്കം സ്പെയിനിൽ ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു. കാരണം സ്പെയിൻ വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് ഒരു 10-15 കൊല്ലം മുൻപ് കടന്നുപോയത്. യൂറോപ്യൻ യൂണിയനിലെ തന്നെ ദരിദ്രരായാണ് അന്നിവർ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ അതൊന്നും ഈ ഫെസിലിറ്റികളിൽ നമ്മൾ കാണുന്നില്ല. സോർത്തിഡ ലാ റാംബ്ല എന്ന സ്റ്റേഷനിലിറങ്ങി പുറത്തേക്ക് നടന്നു. ഇവിടെ പടവുകൾ നടന്നു തന്നെ കയറണം.
ഇവിടെ പ്ലാസ റിയൽ എന്നൊരു സ്ക്വയർ ഉണ്ട്. പ്ലാസ റിയലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അഡ്വക്കേറ്റ് ജീൻ ഭക്ഷണം വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മലയാളി പോയാൽ അങ്ങനെയാണല്ലോ. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് പൈസ ലാഭിക്കാനല്ല. എന്നെ വീട്ടിൽ സൽക്കരിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. പ്ലാസ റിയലിലിരുന്ന് കഴിക്കാം എന്ന് തീരുമാനിച്ചാണ് ഞങ്ങൾ ഈ സ്ക്വയറിലേക്ക് വരുന്നത്. ഇതൊരു മനോഹരമായ സ്ക്വയറാണ്. ചുറ്റും ഒരേ ശൈലിയിലുള്ള കെട്ടിടങ്ങൾ നിറഞ്ഞ ഒരു നടുമുറ്റം. പ്ലാസയിൽ ധാരാളം ആളുകളുണ്ട്. വിസ്തൃതമായ സ്ക്വയറാണ്. ഒരൊറ്റ കെട്ടിടത്തിന്റെ നടുമുറ്റമാണ് പ്ലാസ റിയൽ എന്ന് തോന്നും. 1835 ഒരു സന്യാസി മഠം പൊളിച്ചുകളഞ്ഞ സ്ഥലത്താണ് ഈ ചത്തുരം നിർമ്മിച്ചത്. ചതുരാകൃതിയിലുള്ള മൈതാനത്തിനു ചുറ്റുമായി ഒരേ രീതിയിലുള്ള ആഡംബര കെട്ടിടങ്ങൾ പണിത് വ്യാപാരികളെ അതിലേക്ക് ആകർഷിക്കുകയായിരുന്നു. നേരെ മുന്നിൽ കാണുന്ന ആ എൻട്രൻസ് മാത്രമേ ഉള്ളൂ ഇതിനകത്തേക്ക്. അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ചുറ്റോടു ചുറ്റും കെട്ടിടമാണ്. അതിന് വരാന്തയുണ്ട്. ആ വരാന്ത മുഴുവൻ റെസ്റ്റോറൻറ്റുകളാണ്. ഒത്ത നടുക്ക് ഒരു ഫൗണ്ടനുണ്ട്. 3 ഗ്രേസസ് ഫൗണ്ടൻ എന്നാണ് അതിൻ്റെ പേര്. അന്തോണി റൊവീര എന്ന ശില്പി കാസ്റ്റ് അയണിൽ നിർമ്മിച്ച ഫൗണ്ടനാണ്. 1876 സ്ഥാപിച്ച ഫൗണ്ടനിൽ നിന്ന് ഇപ്പോഴും കൃത്യമായി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇവരുടെയൊക്കെ ഫൗണ്ടന്റെ ഗുണം. നമ്മുടെ നാട്ടിൽ ഒരു ഫൗണ്ടൻ സ്ഥാപിച്ചാൽ 5 കൊല്ലം കഴിയുമ്പോഴേക്കും അതിൻ്റെ കഥ കഴിയും. മെയിൻ്റനൻസിലാണ് ഇവരുടെ മികവ്. എല്ലായിടവും എപ്പോഴും വൃത്തിയാക്കിയിടും. ഓരങ്ങളിൽ മുഴുവൻ ഇങ്ങനെ റെസ്റ്റോറൻറ്റുകളാണ്. ഉച്ച കഴിഞ്ഞ നേരമായതുകൊണ്ട് സീറ്റുകളെല്ലാം നിറഞ്ഞിരിക്കുന്നു. നല്ല കസേരകൾ, നല്ല ഫെസിലിറ്റികൾ. കുട്ടികളും കുടുംബവുമൊക്കെയായി ആളുകൾ വന്നിരിക്കുന്നു. ഇതിൽ വലിയൊരു ശതമാനം ടൂറിസ്റ്റുകളുണ്ട്. പിന്നെ കുറേ നാട്ടുകാരും ഉണ്ടാവും. അവർ ഓഫീസിൽ വെച്ചുള്ള ഒരു ഡിസ്കഷന്റെ എക്സ്റ്റൻഷനായി ഇവിടെ വരും. ഭക്ഷണം കഴിക്കാനൊന്നുമല്ലാതെ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാൻ വരുന്നവർ വരെ. ഞങ്ങളും ഓരോ സീറ്റ് പിടിച്ചു. എന്തുകൊണ്ടാണ് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കെന്ന പോലെ മലയാളി വളരെ കൂടുതലായി ഇവിടേക്ക് കുടിയേറാത്തത് എന്ന് ഞാൻ ചോദിച്ചതിന്റെ ഉത്തരമാണ് അഡ്വക്കേറ്റ് ജീൻ പറയുന്നത്. ലാംഗ്വേജിന്റെ ഒരു ഹിൻഡ്രൻസ് അവിടെ ഉണ്ട്. പിന്നെ അത് തന്നെയല്ല, ഈ സാലറി സ്കെയില് മറ്റ് യൂറോപ്യൻ കൺട്രികളെ അപേക്ഷിച്ച്, അതായത് ഇപ്പോൾ സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ അങ്ങനെയുള്ള സ്ഥലങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സാലറി സ്കെയില് കുറവാണ്. അപ്പോൾ അതും ഒരു മാറ്റർ ആണെന്നാണ് അതായത് സാധാരണ മൈഗ്രേഷന്. മറ്റേ ഹൈ സ്കിൽഡ് ഇമിഗ്രേഷൻ എപ്പോഴും പിന്നെ കമ്പനികളുടെ ഇതിൽ വരുമ്പോൾ അവർക്ക് ആ സാലറി സ്കെയിലും കാര്യങ്ങളും എല്ലാം പിന്നെ സേഫായിട്ട് അവർ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ മൈഗ്രേഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് മറ്റ് മൈഗ്രേഷൻ വളരെ കുറച്ചാണ് ഉള്ളത്. സ്പെയിനിൽ ഭാഷകൾക്ക് വലിയ പ്രാധാന്യമുണ്ടല്ലോ. ഇവരുടെ പ്രാദേശിക ഭാഷയെക്കുറിച്ച് ഞാൻ ചോദിച്ചു. കത്തലാൻ എന്ന് പറയുന്ന ലാംഗ്വേജാണ് കത്തലോണിയയിൽ. നമ്മൾ കേരളത്തിൽ മലയാളം സംസാരിക്കുന്ന പോലെ തന്നെ കത്തലോണിയയിൽ ഒരു കത്തലാൻ സംസാരിക്കുന്നു. ഇവിടുത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സ്പാനിഷ് ആണോ കത്തലാനാണോ എന്ന് ഞാൻ ചോദിച്ചു. കത്തലാനാണ് അവർ കത്തലാൻസ് സംസാരിക്കുന്നത്, ഇവിടുത്തെ ആളുകൾ സംസാരിക്കുന്നത്. മറ്റേ സ്പാനിഷുകാരെന്ന് പറയുമ്പം ഇപ്പം മറ്റ് സ്പാനിഷ് സ്റ്റേറ്റ്സിൽ നിന്ന് പണ്ട് മൈഗ്രേറ്റ് ചെയ്ത ആളുകളുണ്ട്. അവർ സ്പാനിഷാണ് യൂസ് ചെയ്യും. ഇവിടെയുള്ള മലയാളികളൊക്കെ ഇവരുമായി സംസാരിക്കുന്നത് ഏതു ഭാഷയിലാണെന്നായി എന്റെ ചോദ്യം. സ്പാനിഷാണ് സംസാരിക്കുന്നത്. കാരണം ഒരു കത്തലാൻ പൊതുവെ വെച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. കുറച്ച് ഫ്രഞ്ചുമായിട്ട് ഭയങ്കര സിമിലർ ആണ്. പക്ഷേ എന്നാലും അത് പഠിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും സ്പാനിഷ് അറിയാമെങ്കിൽ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് സ്പാനിഷ് ആദ്യം നാഷണൽ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ സ്പാനിഷാണ് എല്ലാവരും ആദ്യം പ്രിഫർ ചെയ്യുന്നത്. കത്തലാൻ ഭാഷ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത ചോദ്യം. കത്തലാൻ ഇവിടുത്തെ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ അവരുടെ സ്കൂളിലെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ കത്തലാൻ തന്നെയാണ്. ഈ കുട്ടികൾ സ്കൂൾ വിട്ടു പോകുന്നതാണോ അതോ ടൂറിസ്റ്റുകളാണോ എന്ന് ഞാൻ സംശയിച്ചു. FC ബാഴ്സലോണയുടെ ടീഷർട്ടാണ് ചിലർ ഇട്ടിരിക്കുന്നത്. സ്ക്വയറിൽ നിന്ന് ഇങ്ങനെ പല ഇടവഴികളുണ്ട്, ഇടുങ്ങിയ വഴികൾ. ഭക്ഷണം കഴിക്കുന്നവരുടെ മിക്ക ടേബിളുകളിലും ഒരു ചുവന്ന പാനീയം ഞാൻ ശ്രദ്ധിച്ചു. ജീനാണ് പറഞ്ഞു തന്നത്. അതിവിടുത്തെ ഒരു പ്രാദേശിക വൈനാണ്, പ്രത്യേകതരം വൈൻ. സാൻഗ്രിയ എന്നാണ് പേര്. സ്പെയിനിലെയും പോർച്ചുഗലിലെയും ഏറ്റവും ജനപ്രിയ വൈനാണ് സാൻഗ്രിയ. സാൻഗ്രേ എന്ന സ്പാനിഷ് വാക്കിന്റെ അർത്ഥം രക്തം എന്നാണ്. വൈനിന്റെ കടും ചുവപ്പ് നിറമാണ് അതിന് ആ പേര് നൽകിയത്. ഓറഞ്ച്, ആപ്പിൾ, പീച്ച്, ബെറികൾ എന്നിങ്ങനെയുള്ള പഴങ്ങളാണ് അതിലെ ചേരുവകൾ. ചെറിയ മധുരവും ഉണ്ടാകും.
വീര്യം കൂട്ടാനായി അല്പം ബ്രാൻഡിയോ ജിന്നോ ചേർക്കാറുമുണ്ട്. മറ്റു വൈനുകളെപ്പോലെ മാസങ്ങളോളം ഏജ് ചെയ്യുന്ന പരിപാടിയൊന്നും സാംഗ്രിയ വൈനിനില്ല. ഉണ്ടാക്കി 2 മുതൽ 24 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നു, പിന്നെ വിളമ്പുകയും ചെയ്യും. ഞങ്ങൾ ഈ നേരം കൊണ്ട് അഡ്വക്കേറ്റ് ജീൻ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചു. പിന്നെ അവിടുന്ന് നടത്തം തുടരുകയാണ്. പ്ലാസ റിയലിന്റെ ചുറ്റുഭാഗവും ഇങ്ങനെ റെസ്റ്റോറന്റുകളുണ്ട്. വരാന്തയിലും മുറ്റത്തുമായിട്ട കസേരകളിൽ 100 കണക്കിന് ആളുകൾ നിരന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇത് യൂറോപ്പിൽ മിക്ക നഗരങ്ങളിലെയും കാഴ്ചയാണ്. ചരിത്രവും വാസ്തുവിദ്യാ വിസ്മയങ്ങളും കലയും സംസ്കാരവുമെല്ലാം ഒത്തുചേരുന്ന ഒരു പ്രൗഢ നഗരം തന്നെയാണ് ബാഴ്സലോണ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ലാസിക് മന്ദിരങ്ങൾ, കല്ലുപാകിയ വഴികൾ, ഫൗണ്ടനുകൾ, ആളുകൾക്ക് ആഠ്യത്വത്തോടെ വന്നിരിക്കാവുന്ന സ്ഥലങ്ങൾ. 15-ാം നൂറ്റാണ്ടുവരെയും ബാഴ്സലോണ ഉൾപ്പെടുന്ന കത്തലോണിയ സ്പെയിനിന്റെ ഭാഗമായിരുന്നില്ല. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കത്തലോണിയയിലെ ഫെർഡിനൻഡ് രാജാവും സ്പെയിനിലെ ഇസബെല്ല രാജ്ഞിയും വിവാഹിതരായതോടെ അവരുടെ രാജ്യങ്ങളും ഒന്നാവുകയായിരുന്നു. 2000 വർഷം മുൻപ് ഹാമിൽക്കർ ബാർസ എന്ന കാർത്തജീനിയൻ ജനറലാണത്രേ ബാഴ്സലോണ നഗരം സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ബാർസലോണ എന്ന നഗരനാമം രൂപപ്പെട്ടതത്രേ. നടന്ന് ലാ റാംബ്ല എന്ന വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് ചെല്ലുന്നു. റാംബ്ല എന്ന വാക്കിന് ഇരുവശത്തും മരങ്ങൾ തണൽ വിരിച്ചു നിൽക്കുന്ന തെരുവ് എന്നാണ് അർത്ഥം. കലാകാരന്മാരുടെ നഗരം കൂടിയാണിത്. ഈ തെരുവിന്റെ ഒരു ഭാഗം മുഴുവൻ പെയിന്റിങ്ങുകളാണ്. പെയിന്റേഴ്സ് വന്നിരുന്ന് വരയ്ക്കുന്നു, പെയിന്റിങ്ങുകൾ ഡിസ്പ്ലേ ചെയ്യുന്നു, ഇവിടെ വെച്ച് തന്നെ വിൽക്കുന്നു. മോഡേൺ ശൈലിയിലുള്ള പെയിന്റിങ്ങുകളാണ്, പല തീമിലുള്ള പെയിന്റിങ്ങുകൾ. ചിലർ കാരിക്കേച്ചറിസ്റ്റുകളാണ്. മുന്നിലിരിക്കുന്നവരുടെ കാരിക്കേച്ചർ തത്സമയം വരച്ചു നൽകുന്ന പ്രതിഭാധനരായ കലാകാരന്മാർ. യൂറോപ്പിലെ തെരുവുകളിൽ ഇത്തരം കലാകാരന്മാർ പണ്ടേയുണ്ട്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ചിലയിടത്ത് ലാ റാംബ്ലയുടെ അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരി വൃത്തിയായി കിടന്ന സ്ഥലമാണ്. പക്ഷേ അത്രയും വൃത്തി പോരാ. നഗരം എപ്പോഴും ഇങ്ങനെ നവീകരിച്ചു കൊണ്ടിരിക്കണം, എങ്കിലേ ഭംഗിയുണ്ടാവുകയുള്ളൂ. ലാ റാംബ്ലയുടെ ഒരു പ്രത്യേകത ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഇത്തരം കിയോസ്കുകളാണ്. സുവനീർ കടകൾ, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളത്. പാതയിൽ ഇത്തരം ചില ചെറിയ റെസ്റ്റോറന്റുകളുമുണ്ട്. അവിടെ നാടൻ കത്തലാൻ വിഭവങ്ങൾ തന്നെയാണ് ലഭിക്കുക. പയയ തുടങ്ങിയ വിഭവങ്ങൾ. ഇപ്പോൾ പാതയിലേക്ക് ഇറക്കിയിട്ട കസേരകളിൽ അധികം ആളില്ല. അകത്താണ് കൂടുതൽ ആളുകളും. പ്രത്യേക ഭംഗിയുള്ള ചൂരൽ കസേരകൾ നിരത്തിയിട്ട റെസ്റ്റോറന്റുകൾ. ഞങ്ങൾ നടന്ന് ക്രിസ്റ്റഫർ കൊളംബസ് മോണ്യുമെന്റിന്റെ ചുവട്ടിലേക്കെത്തി. വലിയൊരു സ്ക്വയറിന്റെ ഒത്ത നടുവിലാണ് മോണ്യുമെന്റ്. ഒരു ഭാഗത്ത് ക്ലാസിക് കെട്ടിടങ്ങൾ. ഞങ്ങൾ കടൽ തീര ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. വളരെ പ്രാധാന്യമാർന്ന ചില കാര്യാലയങ്ങളും ഇവിടെയുണ്ട്. ഇതിവിടുത്തെ നേവൽ ഓഫീസാണ്, സ്പാനിഷ് നേവിയുടെ ഓഫീസ്. ബാഴ്സലോണ സ്പെയിനിന്റെ ഒരു നേവൽ കേന്ദ്രമാണ്. ഇവിടെ മറ്റൊരു വലിയ കെട്ടിടമുണ്ട്, ഗോബിയർണോ മിലിറ്റാർ എന്ന കെട്ടിടം. മിലിറ്ററിയുടെ ഓഫീസ് എന്നാണ് പേരിന്റെ അർത്ഥം. മിലിറ്ററിയുടെയും നേവിയുടെയും ഒക്കെ ആസ്ഥാനങ്ങൾ ഈ ബാഴ്സലോണയിലുണ്ട്. അവിടെ നിന്ന് വീണ്ടും നടന്ന് കൊളംബസ് മോണ്യുമെന്റിന്റെ ചുവട്ടിലേക്കെത്തുന്നു. 1888 പണി പൂർത്തിയായ സ്മാരകമാണിത്. പുതിയ രാജ്യങ്ങൾ കണ്ടെത്താനുള്ള യാത്രയ്ക്ക് കൊളംബസിനെ സഹായിച്ച ഇസബെല്ല രാജ്ഞിയുടെ പ്രതിമയാണ് ഈ മുന്നിൽ കാണുന്നത്. അത്തരത്തിൽ പല ശില്പങ്ങളുണ്ട് ഇതിൽ. നടുവിൽ വലിയൊരു സ്തംഭമാണ്. നഗരത്തിന് കാവൽ നിൽക്കും വിധം ചുവട്ടിൽ 8 സിംഹപ്രതിമകളുണ്ട്. ഒരാളേക്കാൾ ഉയരമുള്ള സിംഹപ്രതിമകളാണ്. ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയെ കണ്ടെത്തിയ ചരിത്രപ്രസിദ്ധമായ യാത്രയ്ക്ക് ശേഷം തിരികെ വന്ന് കയറിയത് ബാഴ്സലോണയിലാണ്. ഇവിടെ വച്ച് ഫെർഡിനൻഡ് രാജാവും ഇസബെല്ല രാജ്ഞിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. ഇടതു കൈയിൽ യാത്രാ മാപ്പും പിടിച്ച് വിദൂരതയിലേക്ക് വലതുകൈ ചൂണ്ടി നിൽക്കുന്ന കൊളംബസ്. ഉരുക്കുകൊണ്ടുള്ള കൂറ്റൻ സ്തംഭം, അതിനുമേൽ 24 അടി ഉയരമുള്ള വെങ്കല പ്രതിമ. പുതിയ നാടുകൾ കണ്ടെത്താനുള്ള കൊളംബസിന്റെ സാഹസിക യാത്രയ്ക്ക് ആവശ്യമായ പണം നൽകിയത് ഇസബെല്ല രാജ്ഞിയാണ്. അപ്പുറത്തൊരു ടവർ,
അതിലേക്ക് കേബിൾ കാർ വന്നു ചേരുകയും കടന്നു പോവുകയും ചെയ്യുന്നു. അതിവിടുത്തെ മോൺജുയിക് കേബിൾ കാറാണ്. മോൺജുയിക് മലയിലേക്ക് പോകുന്ന കേബിൾ കാർ. വലിയൊരു ഉരുക്ക് ടവറാണത്. ആ ടവറിനകത്ത് കയറിയിട്ടാണ് കേബിൾ കാർ കടന്നു പോകുന്നത്. ഒരു ക്രോസിംഗ് സ്ഥലമാണ് ആ ടവർ. 1970-ലാണ് മോൺജുയിക് കേബിൾ കാർ സർവീസ് തുടങ്ങിയത്. മോൺജുയിക് കോട്ടയിലേക്ക് സഞ്ചാരികളെ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. 2007-ൽ കേബിൾ കാർ സംവിധാനം പൂർണ്ണമായും ഒന്ന് പുതുക്കിപ്പണിതിരുന്നു. അതിനായി 3 വർഷം ഇതിന്റെ പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്തു. മുൻപ് തുറന്ന കേബിൾ കാറുകളാണ് ഇതിലുണ്ടായിരുന്നത്. ഇപ്പോൾ അടച്ചുറപ്പുള്ള 55 കേബിൾ കാറുകളും. ഇവിടം വിശാലമായ ഒരു പ്രൊമനേഡാണ്. അപ്പുറം കടൽ. ഒരു ശില്പമുണ്ട് ഇവിടെ. ഫ്രാൻസിസ്കോ ഗോയ എന്നയാളുടെ പ്രതിമയാണ്. അദ്ദേഹം ഇവിടുത്തെ ഒരു പെയിന്ററായിരുന്നു. വലിയ ശില്പമാണ്. മനോഹരമായ ശില്പം. ഒരാളേക്കാൾ പൊക്കമുണ്ടതിന്. സ്പെയിനിലെ രാജകുടുംബത്തിന്റെ ഔദ്യോഗിക ചിത്രകാരനായിരുന്നു ഫ്രാൻസിസ്കോ ഗോയ. കുട്ടികളുടെ ഒരു സംഘം ബോട്ടിൽ യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്നു. വലിയൊരു ബോട്ടിൽ നിന്ന് കുറേ ആളുകൾ ഒരു കറക്കം കഴിഞ്ഞ് ഇറങ്ങി വരുന്നു. ലഞ്ച് ക്രൂസ് ആയിരുന്നിരിക്കാം. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ആഘോഷത്തിന്റെ ഒരു പ്രധാന സ്ഥലമാണ് ഈ വാട്ടർ ഫ്രണ്ട് ഏരിയ. ഞങ്ങൾ കടൽ തീരത്തേക്കാണ് എത്തിയിരിക്കുന്നത്. പോർട്ടിന്റെ ഇങ്ങേയറ്റത്ത് ക്രൂസ് ബോട്ടുകളും ഉല്ലാസക്കപ്പലുകളും അടുക്കുന്ന സ്ഥലം. ഗംഭീരമായ ഒരു പ്രൊമനേഡാണ് ഈ ഭാഗമൊക്കെ. കടൽ പക്ഷികൾ നീന്തിക്കളിക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് ഒരു കടൽപ്പാലം ആരംഭിക്കുകയാണ്. ബോർഡ് വാക്ക് എന്ന് പറയാവുന്ന കടലിലേക്ക് നീണ്ടുകിടക്കുന്ന ഒരു പാലം. നിലത്ത് മരപ്പലക പാകി സുന്ദരമാക്കിയിരിക്കുന്നു. പാലത്തിൽ ചില കച്ചവടക്കാരൊക്കെയുണ്ട്. കുറെ ടൂറിസ്റ്റുകളും. വെറുതെ വന്നിരിക്കാവുന്ന ബെഞ്ചുകൾ. കാറ്റ് ആളുകളെ ശല്യപ്പെടുത്താതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസ് പാർട്ടീഷൻസ് വച്ചിരിക്കുന്നു. ഒരു വശത്ത് നിരന്നുകിടക്കുന്ന പായ്വഞ്ചികൾ. ഈ പാലത്തിലൂടെ നടന്ന് ഒരു ചെറിയ ദ്വീപിലേക്കാണ് ചെല്ലുന്നത്. എത്ര സൗന്ദര്യബോധത്തോടെയാണ് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ ഇതിലൂടെ നടക്കുമ്പോൾ ചിന്തിക്കുന്നത്. നിലത്ത് മരപ്പലക വിരിച്ച് കലാപരമായി ഒരുക്കി അതിഗംഭീരമാക്കിയ ഒരു കടൽപ്പാലം. കടൽ തീരങ്ങളെ സൗന്ദര്യവൽക്കരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ശരിക്കും നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ ബീച്ചിൽ ഇത്തരം സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത്. കാരണം അവിടെ കുളിക്കാനും നീന്താനുമൊന്നും ആരും പോകില്ല. നഗരത്തിൽ നിന്നുള്ള മാലിന്യം ഒഴുകിവരുന്ന ഒരു അഴിമുഖമാണല്ലോ അവിടം. ഇവിടെ പലകകളിൽ ഒരു വെട്ട് കാണാം. അത് പാലം ഇരുവശത്തേക്കും തുറന്നു വയ്ക്കാനുള്ളതാണ്. വലിയ പായ്വഞ്ചികൾക്ക് പുറം കടലിലേക്ക് പോകണമെങ്കിൽ ഇത് തുറന്നു കൊടുക്കും. അവശ്യനേരത്ത് രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു മാറും ഈ പാലം. വലിയ പായ്മരമുള്ള ജലവാഹനങ്ങൾ മറുവശത്ത് കടക്കാനുള്ള സംവിധാനമാണ് പാലത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പായ്വഞ്ചികളിൽ ഉല്ലസിക്കുന്ന ആളുകളെയും കാണാം. ഇത്തരം പായ്വഞ്ചികൾ ഇവിടെ വാടകയ്ക്ക് കിട്ടും. ബോയകൾ എന്ന ബോട്ടുകൾക്ക് വഴികാട്ടാനുള്ള സംവിധാനം പോലും ഒരു ശില്പമാണ് ഇവിടെ. പട്ടിക്കുഞ്ഞുമായി വന്ന് കടലിലേക്ക് നോക്കി ചിന്തിച്ചിരിക്കുന്ന ആളുകൾ. പട്ടികൾ ഇവരുടെ സഹജീവികൾ തന്നെയാണ്. ഞാൻ എന്താണ് കാണിക്കുന്നതെന്നാണ് അവന് സംശയം. വേറൊരാൾ ചിത്രം വരയ്ക്കുകയോ നോട്ട് എഴുതുകയോ ആണ്. പാട്ടൊക്കെ കേട്ടുകൊണ്ട്. അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടിവിടെ. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെയൊക്കെ കടൽ തീരങ്ങളെ ഈ മട്ടിൽ ഡിസൈൻ ചെയ്തെടുക്കണം. നല്ല ഡിസൈനേഴ്സായ ആർക്കിടെക്റ്റുകൾ വരണം. ഇപ്പോൾ മാലിന്യത്തിന്റെ ഒരു കേന്ദ്രമായാണ് ഫോർട്ട് കൊച്ചി ബീച്ച് കാണപ്പെടുന്നത്. അതിനെ ഈ മട്ടിലൊക്കെ രൂപാന്തരപ്പെടുത്തണം. ലോകദൃശ്യങ്ങൾ കേരളത്തിനു മുൻപിൽ ഞാൻ കാണിക്കുന്നത് ഇതിൽ നിന്നൊക്കെ നമ്മുടെ ആളുകൾ പുതിയ ആശയങ്ങൾ രൂപീകരിക്കാനാണ്. പലരും ചോദിക്കും, എന്തിനാണ് ഈ കെട്ടിടങ്ങൾ കാണിക്കുന്നതെന്ന്. കെട്ടിടവും ഇതുപോലുള്ള നിർമ്മാണങ്ങളുമൊക്കെ കാണിക്കുന്നത് നമ്മുടെ ഭരണാധികാരികൾക്കും ഡിസൈനേഴ്സിനുമെല്ലാം മാതൃകകൾ ആകാൻ വേണ്ടിയാണ്. ഫോർട്ട് കൊച്ചി ബീച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാൽ എന്ത് രസമായിരിക്കും. നാട്ടുകാർക്കും ടൂറിസ്റ്റുകൾക്കും വന്നിരിക്കാം. അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് വരെ ഒരുക്കുകയും ചെയ്യാം. മാരേ മാഗ്നം എന്നത് വലിയൊരു മാളാണ്. അതും രസകരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെറുതെ ഒരു കെട്ടിടം പണിതിരിക്കുകയല്ല. വേറിട്ട രീതിയിലുള്ളൊരു നിർമ്മാണ ശൈലിയാണ് അതിൻ്റേത്. മാരേ മാഗ്നത്തിലേക്ക് ഒന്ന് കയറാമെന്ന് തീരുമാനിച്ചു. ഇവിടെ വരെ വന്നതല്ലേ. ഇതൊരു ദ്വീപാണ്. ദ്വീപിൽ നിറഞ്ഞു നിൽക്കുന്ന മാൾ. ഒരു മാളിനു വേണ്ടി ദ്വീപ് അനുവദിച്ചിരിക്കുകയാണ്.
ഇവിടെയാണെങ്കിൽ നമ്മൾ പ്രതിഷേധം കൊണ്ട് അത് തകർക്കും. ദ്വീപ് കുത്തകകൾക്ക് വിറ്റുതുലച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാവും പ്രതിഷേധം. എന്നാൽ യൂറോപ്പിലൊക്കെ ടൂറിസം വളർത്തുന്നത് ഇങ്ങനെയാണ്. ഇന്നത്തെ കാലത്ത് സ്വകാര്യ സംരംഭകരെ ഒഴിവാക്കി വികസനം കൊണ്ടുവരാൻ പറ്റില്ല. സർക്കാരിന് കാശുണ്ടാവണമെന്നില്ലല്ലോ. പണമുണ്ടെങ്കിൽ തന്നെ സർക്കാർ ചെയ്താൽ ഇങ്ങനെ ശരിയാവണമെന്നുമില്ല. കയറി ചെല്ലുമ്പോൾ ഒരു സാധാരണ മാൾ തന്നെ, അതിനകത്ത് ധാരാളം ബ്രാൻഡുകൾ, ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഒരു മാൾ. വലിയ പ്രത്യേകതയൊന്നും തോന്നാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നിറങ്ങി. പക്ഷേ എങ്ങനെയാണ് ഒരു ദ്വീപിനെ മാളാക്കി മാറ്റിയത് എന്നാണ് ഇവിടെ കാണുന്നത്. വെറുതെ കുറെ ഊഞ്ഞാലൊക്കെ വെച്ചതുകൊണ്ട് വരുമാനമുണ്ടാകില്ലല്ലോ. മാൾ വന്നപ്പോൾ അതൊരു ടൂറിസ്റ്റ് ആകർഷണമായി, വരുമാനവുമുണ്ടായി. ഈ മാളുകാരായിരിക്കണം നേരത്തെ കണ്ട ബോർഡ് വാക്കെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിഗംഭീരമായ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അതിലൂടെ നടത്തം തുടർന്നു.